എന്താ പറയണ മൊണ്ണേ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ഒരു വ്ളോഗ് എടുക്കണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആത്മാർത്ഥത കൂടിയിട്ട് ഞാൻ ഉറങ്ങി തികയുന്നതിന് മുന്നേ എന്നെ വിളിച്ച് നീപ്പിക്കുന്ന രംഗമാണ് നിങ്ങളീ കാണുന്നത്. എന്നിട്ട് എനിക്ക് പിന്നെ ഉറങ്ങണം എന്ന് പറഞ്ഞ് തിരിഞ്ഞ് കിടന്നിട്ടും പിന്നെ കുത്തി പൊക്കുന്ന രംഗമാണ് കാണുന്നത്. പിന്നെ ഞാൻ നോക്കുമ്പം നീച്ചപ്പോൾ നല്ല നെയ്ച്ചോറിൻ്റെ മണം, കാരണം അവിടെ പെരുന്നാളൊക്കെ ആയിട്ട് അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി എന്നാൽ അത് കഴിക്കാം. അപ്പം ഞാനതിങ്ങനെ മുണുമുണാന്ന് മുഴുകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല വരട്ടിയ ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ഷുഗർ ക്രേവിങ്. അപ്പോൾ നിങ്ങൾ നോക്കിയപ്പം ബീലബാനിൽ നല്ല ഓഫർ നടക്കുന്നുണ്ട്. എനിക്കറിയില്ല നോർമലി ഉള്ള ഓഫറാണോ എന്നെനിക്കറിയില്ല. ഞാൻ നോക്കിയപ്പോൾ ഓഫർ ഉണ്ടായിരുന്നു. ഇത് 2 എണ്ണത്തിനും കൂടെ ഞാൻ 37 ദിർഹത്തിന് എത്രയോ വാങ്ങിയത്. അത് കൈ കിട്ടിയപ്പം ഞങ്ങൾക്കൊരു കുന്തളിപ്പ്. ഇത് പാർക്കിൽ കൊണ്ടുപോയി കഴിക്കണം. നല്ല ചൂടാന്ന് പുറത്ത്, ഒരു കാര്യമില്ല, പാർക്കിൽ പോയി കഴിക്കേണ്ട കാര്യമൊന്നുമില്ല, റൂമിലിരുന്ന് കഴിച്ചാൽ മതി. വെറും കുന്തളിപ്പ് അതെടുത്തുകൊണ്ട് പാർക്കിലേക്ക് ഓടുന്ന രംഗാന്ന് കാണുന്നത്. അവിടെ ചെന്നിട്ട് എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നുണ്ട്. അങ്ങോട്ട് ചെന്നപ്പം അവിടെയുള്ളവരൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്. കാരണം ഞാൻ അമ്മാതിരി കാട്ടിക്കൂട്ടിലാണല്ലോ റോട്ടിലൂടെയൊക്കെ നടന്ന് കാണിക്കുന്നത്. ഇവന്മാർ പറയുന്നുണ്ട് ഈ ഫോണൊന്ന് ഓഫ് ചെയ്ത് വെക്കുമോ. വട്ടെ. അത് കഴിഞ്ഞ് അത് തുറന്നപ്പോഴാണ് നഗ്ന സത്യം മനസ്സിലാക്കുന്നത്. അത് വല്ലാണ്ടങ്ങ് അലുത്ത് പോയിരിക്കുന്നു. പാർക്കിലേക്ക് കുറച്ച് ദൂരമുണ്ട്, കുറച്ചേ ഉള്ളൂ, എന്നാലും ഭയങ്കര ചൂടായതുകൊണ്ട് അത് അലുത്തിരിക്കുന്നു. പക്ഷെ വീഡിയോയിൽ അത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ സങ്കടം മനസ്സിലങ്ങ് ഒതുക്കി വായിലേക്ക് അങ്ങ് സ്പൂൺ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ്, നല്ല രസമുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു പിസ്താഷ്യം ലോട്ടസ് ബിസ്കോഫും കൂടിയുള്ള മിക്സ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് കൊടുത്ത്, ഇവരാണെങ്കിൽ ഭയങ്കര ക്യാമറ ഷൈ ആയിട്ടുള്ള 2 മനുഷ്യന്മാർ. എനിക്കറിയാൻ പാടില്ല ഇവന്മാരെ ഞാൻ എങ്ങനെ ഈ വീഡിയോയിൽ കാണിക്കും. എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇനി വീഡിയോ ഇട്ട് അതിൻ്റെ കഴുത്ത് ഞാൻ ഇറക്കും എന്നാണ്. പോട്ടെ, ഇവൻ നിർത്തുന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെസ്റ്റോയിൽ പോയി. നെസ്റ്റോയിൽ പെരുന്നാളായിട്ടായിരിക്കും നല്ല ഓഫർ നടക്കുന്നുണ്ട്. എല്ലാം 70%, എല്ലാമല്ല ഒരുവിധമൊക്കെ 70% ഓഫർ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ നല്ലൊരു വാച്ച്, അതെനിക്ക് ഇഷ്ടമായി, അത് ഞാൻ എടുത്തു. വലിയ റേറ്റ് ഒന്നുമില്ല, പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു വാച്ച്. അതുകഴിഞ്ഞിട്ട് ഇവന്മാർക്ക് ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ പോയി. അവിടെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ എടുത്ത് അത് കഴിഞ്ഞൊരു ഫ്രൂട്ട് ബോൾ വാങ്ങി. അപ്പം ഞാനിങ്ങനെ വഴിയിലിരുന്ന് തന്നെ തിന്നണമെന്ന് വാശി പിടിച്ച് അതൊക്കെ തിന്നിട്ട് വരുന്ന രംഗമാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ മൈലാഞ്ചി ഇടാന്ന് കരുതിയിട്ട് മെഹന്തി ഇടുന്ന ആ സ്റ്റിക്കർ ഉണ്ടല്ലോ അതൊക്കെ വാങ്ങി രാത്രി കുത്തിപ്പിടിച്ച് അതിരുന്ന് ഇടുകയാണ്. രാത്രി ഇതൊക്കെ കുത്തിപ്പിടിച്ചിരുന്ന് ഇട്ട് ഉണക്കി കഴിഞ്ഞപ്പോൾ സമയം 12:45. കാരണം എനിക്ക് രാവിലെ ഡേ ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ്. ഒരു 3:30-4 മണിയാകുമ്പോൾ നീച്ച് റെഡിയാണ്. അപ്പം എന്താ പറയണ മൊണ്ണേ കാണിച്ച് ഇങ്ങോട്ട് അടുത്തേക്ക് കാണിച്ച്, ഇങ്ങോട്ട് അടുത്തേക്ക് കാണിക്ക്. ഇങ്ങോട്ടുണ്ടോ അവിടെയല്ല, ഇങ്ങോട്ട് ആണോ? പിന്നെ വേണ്ടേ